എല്ലാവർക്കും ഒരു ഹൈ പോയി ഇന്നാണ് പോകുന്നത് പാചകൃതകവൻ എന്ന ആനിമയുടെ എപ്പിസോഡ് 191 ഒക്കെ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരു സൈഡ് പ്യൂരിഫൈഡ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിമും അതിന്റെ കമാൻഡിലുള്ള 10,000 ആൾക്കാർ മറുവശത്താകട്ടെ എതിർക്കാൻ വേണ്ടി നിൽക്കുന്ന 7 ഏൻഷ്യന്റ് ക്ലാനുകൾ. ഉന്മേഷ എന്ന് പറയുകയാണ് അതിനെ എതിർക്കണമെങ്കിൽ 4 സ്റ്റാർ 1000 എങ്കിലും വേണം. ബാക്കിയുള്ളവരെ ആ ഡീമൺ സ്ലേവനെ എതിർക്കാൻ നിൽക്കട്ടെ. അതിനോട് യോജിച്ച് ഷിയോയന്, കാരണം അവനറിയാം ആ ഡീമോണിക് ഫ്ലെയിം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായില്ല എന്ന്. ഷിയോൻ സിയാനും കുനായിനോടും പറയുന്നുണ്ട് മുഴുവൻ പവർ എടുക്കരുത് എന്ന്, കാരണം അറിയാലോ സോൾഹാളാണ്. അവര് ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നു. ഷൗജൻ ഷിയോനോട് ഞാൻ പോകുന്നില്ല, കാരണം അവൻ വെച്ച സീഡ് ആ ഫ്ലെയിമിന്റെ അടുത്തേക്ക് പോയാൽ പിന്നെ ലോസ് ആകും, അങ്ങനെയായ പിന്നെ അതൊരു പണിയാണ്. ഷിയോൻ എന്ന കുഴപ്പമില്ല, തൽക്കാലം ഹൈഡ് ചെയ്ത് നിൽക്ക്, നമ്മൾ നോക്കിക്കോളാം. അത് കേട്ട ശിവശിവാനോട് ഇവൻ നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളവനാണ്. ശിവശിവൻ നീ വിചാരിക്കുന്നത് തന്നെയാകും ഞാനിപ്പോൾ വിചാരിക്കുന്നത്. തിരിച്ചായിരുന്നു പറയണ്ട, ഇത് തന്നെയാകും ശിവക്ലാൻ ഉറപ്പായും പഴയ ലെഗസി ഇവനിലൂടെ കൊണ്ടുവരാൻ പോകുന്നു എന്ന് മനസ്സിൽ പറഞ്ഞ സന്തോഷം. അവർ 7 പേര് ആ ഫ്ലെയിമിന്റെ അടുത്തേക്ക് പോയി നടക്കുന്നുണ്ട്. കൊള്ളാലോ, 7,000 4 സ്റ്റാർ ഉള്ളവര്, എനിക്ക് കുറച്ച് ഫണ്ണാകാം, നിങ്ങളവരെ തീർക്ക് എന്ന് പറഞ്ഞു വിട്ട് ഷിയോനെ കണ്ടിട്ട് ആ 3 സ്റ്റാറിനെ ഞാൻ നോക്കിക്കോളാം, ഈ ഓണർ 2 സ്റ്റാറിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം ഫൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഷിയോൻ ആ 3 സ്റ്റാർ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അവന്റെ അറ്റാക്ക് അങ്ങനെ പോകെ യൂണർ മറ്റേ ആളായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. ഉന്മേഷിങ് ഡീമോണിക് ഫ്ലെയിമിനോട് ഒന്നും ചെയ്യണ്ടെങ്കിൽ സറണ്ടർ ആയിക്കോ എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ചിരിക്കണം. എന്ത് സറണ്ടറോ, നിങ്ങൾക്ക് അതിന് പറ്റുമെന്നാണോ? ഞാൻ ജനിച്ചത് ഹെവനൻ്റെ അടുത്ത് നിന്ന്, അതിന്റെ പവേഴ്സ് നിങ്ങൾക്ക് തടയാൻ പറ്റുമെന്നാണോ? എന്നെ നിങ്ങൾക്ക് പിടിച്ച് എടുക്കാൻ പറ്റുമെന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള സ്റ്റോൺസ് എല്ലാം ബ്രേക്ക് ആക്കിയിട്ട് അവർക്ക് നേരെ അത് വിടുകയാണ്. ആദ്യം നിങ്ങളെ ഞാൻ ടോയിനെ പോലെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ അവരെ തുടങ്ങി. ആ ഫ്ലെയിമിന് നേരെ ഉന്മേഷിങ് ഒരു സ്കില്ല് വെച്ച് ആ വരുന്ന സ്റ്റോൺസിനെല്ലാം ബ്രേക്ക് ആക്കുകയാണ്. സിയാൻ സോഡ് വെച്ച് നേരെ ചെല്ലുന്നുണ്ട്, അതെല്ലാം ഇല്ലാതാക്കുന്നു. മറ്റേ ഏൻഷ്യന്റ് ക്ലാനിൽ നിന്നുള്ളൊരു എൽഡേഴ്സ് ഒക്കെ അവരുടേതായ എബിലിറ്റീസ് യൂസ് ചെയ്ത് അതെല്ലാം ഇല്ലാതാകുന്നുണ്ട്. ഫയർ, വുഡ്, തണ്ടർ, സ്റ്റോൺ ഒക്കെ വെച്ച് പിന്നെ പാം ടൈനിക്ക് അങ്ങനെ വന്നതെല്ലാം തടഞ്ഞു. എന്നാൽ ഡീമൺ ഫ്ലെയിം അത് കണ്ടിട്ട് വലിയ മൈൻഡ് ആക്കിയില്ല, കാരണം ജസ്റ്റ് ഒരു അറ്റാക്ക് ആണ് കൊടുത്തത്. ഷിയോനെ അതെല്ലാം കാണുന്നുണ്ട്, അവരുടെ ഫൈറ്റ് അതവിടെ നടക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫ്ലെയിം ഒരു ഡീമൺ പപ്പറ്റിനെ പുറത്തെടുക്കുകയാണ്. അതാകട്ടെ ഒരു ഭീമാപരമായത് ആയിരുന്നു. അത് ഉയർന്നു വന്നു ഫസ്റ്റ് തന്നെ ഉന്മേഷിനെ ടാർഗറ്റ് ചെയ്തുമാണ് പോകുന്നത്. ജസ്റ്റ് മിസ്സിന് ഷീൽഡൊക്കെ വെച്ച് അത്ര പവർഫുള്ളായ അടി തടയുന്നുണ്ട്, എങ്കിലും തെറിച്ച് പിറകോട്ടും പോകുന്നുണ്ട് എന്നതും കാണാം. അതിൽ തെറിച്ച് പിറകിലോട്ട് പോകുന്ന ടൈം മറ്റുള്ളവർ ചേർന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ ഉന്മേഷിങ് ഒരു സോൾ ചെയിൻ യൂസ് ചെയ്ത് ലോക്കാകുകയാണ്. അതേപോലെ തന്നെ യാവോ ക്ലാനിലെ ആള് പ്ലാന്റ് ഒക്കെ വെച്ച് ലോക്കാകുന്നുണ്ട്. അതേസമയത്ത് മറ്റുള്ളവർ ചേർന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ആ പ്ലാന്റ് വെച്ചതെല്ലാം പൊട്ടിക്കുകയാണ്. ആ ഡീമൺ പപ്പറ്റ് എന്ന കൂടി കഴിഞ്ഞില്ല. ഗുനാൻ ഹൈ ആ പാപ്പിനെങ്കിലേക്ക് അത് വിട്ട് അത് തടഞ്ഞുകൊണ്ടിരിക്കെ സിയാന്റെ അറ്റാക്ക്, തണ്ടർ സ്ട്രൈക്ക് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വിട്ട് മൊത്തത്തിൽ അതിന് കഴിയാതെ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ അത് ഇല്ലാതായി താഴെ വീഴുന്നുണ്ട്. ശിവനും കാണുന്നുണ്ട്, കാരണം ഈ സമയത്ത് ശിവന് വലിയ റോളില്ല, കാരണം മറ്റുള്ളവരാണല്ലോ മെയിൻ ആളിനെ ഫൈറ്റ് ചെയ്യുന്നത്. കൊള്ളാം, നിങ്ങൾക്ക് കുറച്ച് സ്കില്ലുകളുണ്ട്, എന്നാൽ ഇതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മാസീവ് സ്കില്ല് അത് യൂസ് ചെയ്യണം. അതാകട്ടെ ഒരു പാം ടെക്നിക്ക്. എന്നാ മറ്റുള്ളതുപോലെ ആയിരുന്നില്ല, ഇത് ഹെവൻലി ഫ്ലെയിമിന്റെ ആണ്. അതുപോലെ തന്നെ ടോപ്പ് 3 ആയിട്ടുള്ള ഫ്ലെയിമിന്റെ ആണെങ്കിൽ തന്നെ എത്രത്തോളം പവർഫുൾ ആകുമെന്നത് ആലോചിക്കാവുന്നുള്ളൂ. അതൊന്നും ഓർക്കണം. അതേ ടെക്നിക്ക് ഉപയോഗിച്ചു അവർ ആ പ്രഷർ തന്നെ മാറാൻ കഴിയാതായി. അവിടെ വരുമ്പോൾ തന്നെ ചുറ്റുമുള്ളത് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ വന്ന അവസാനം ആ ലാവ പോലെ കിടക്കുന്ന അതിലേക്ക് ഇടിക്കുന്നു. അതിന്റെ എഫക്റ്റ് എന്നത് വളരെ വലുതായിരുന്നു. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ഡീമൺ ഫ്ലെയിം എന്ന അപ്പോഴാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അവരെ കാണുന്നത്. കാരണം അവർ ഷീൽഡ് പോലെയൊക്കെ വെച്ച് തടഞ്ഞു വരുന്നു, എങ്കിൽ കൂടി അവർക്കത് എഫക്റ്റ് ആയതും കാണും. ഞാൻ ഒരുപാട് വർഷമായിട്ട് സെൻട്രൽ പ്ലേയിലുണ്ട്, ഒരു ഹെവൻലി ഫ്ലെയിം കാരണം ഇങ്ങനൊന്നും ആയിട്ടില്ല എന്ന് യാവോ ക്ലാന്റെ ആള് ഉന്മേഷിങ്ങപ്പോൾ അവരോട് നമുക്ക് അധികം സമയമില്ല, നമ്മുടെ സ്ട്രെങ്ത് വെച്ച് നോക്കിയാൽ ഇനി മറ്റൊരു അറ്റാക്കിന് കഴിയില്ല, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡിഫീറ്റ് ആകണം. കൊള്ളാലോ, എൻ്റെ വരാൻ പോകുന്ന സ്ലേംസ് വളരെയധികം സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞിട്ട് സ്പേസ് ഫിയർ അത് എടുക്കുകയാണ്. ആ വെപ്പൺ എടുത്ത് ടൈറ്റ് ഉള്ളൊരു ഫൈറ്റ് ഇനി നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അതേ സമയത്ത് ഷിയോനാകട്ടെ ഒരു ഡീമൺ സ്ലേവായിട്ട് ഫൈറ്റ് പോകുന്നുണ്ട്. അതിനാകട്ടെ നല്ല രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ഷിയോൻ റൂളർ ടെക്നിക്ക് അത് യൂസ് ചെയ്ത് ലോക്കാക്കാൻ നോക്കി, അതൊരു ഷീൽഡൊക്കെ വെച്ച് തടഞ്ഞു. എന്നാൽ കൂടി ഷിയോൻ അത് ബ്രേക്കാക്കി, അത് തെറിച്ച് താഴെ വീണ് പിന്നെ ചെല്ലുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം പോകുന്നു. അങ്ങനെ അടിച്ചിട്ടു, എന്നാൽ കൂടി കാര്യമില്ലല്ലോ, അത് ഉയർന്നു വന്നു. അവിടെയുള്ള ലാവ പോലെയുള്ള ആ ഹെവൻലി ഫ്ലെയിം അതൊരു കടല് പോലെ നേരെ വിട്ടു. ഷിയോൻ അപ്പോൾ തന്നെ റൂളറിന് അവന്റെ ഹെവൻലി ഫ്ലെയിം ആക്കിയിട്ട് ക്രോസ് അറ്റാക്ക് അത് തിരിച്ചു വിട്ട് ബ്രേക്കാക്കി ആ സ്ലേവിന് നേരെ വന്നത് ഇടിച്ചു. ഒരു വെട്ടുപോലെ ആയിരുന്നു. എന്നാൽ അപ്പോഴാണ് ആ സ്ലേവിന്റെ ആ പാട് അതെല്ലാം തന്നെ ഫ്ലെയിം റീജനറേറ്റ് കൊടുക്കുന്നത്. അത് കണ്ട് ഞെട്ടിപ്പോയി, കാരണം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ആ വന്ന അറ്റാക്ക് അങ്ങനെ പിന്നെയും ഫൈറ്റ് പോകുന്നു.
ഷിയോയിന് അധിക നേരം പോകില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ക്രിയേഷൻ പാം ടെക്നിക്ക് അത് യൂസ് ആക്കണം. അതിനുള്ളിലാകട്ടെ പോകാതെ പിടിച്ചെടുക്കാൻ നോക്കി, അവസാനം വലിച്ചെടുത്തോണ്ട് പോയി. അതിനുള്ളിൽ പോയപ്പോൾ കുറച്ച് ടൈമെങ്കിൽ കൂടി ഷിയോയിന് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി വെച്ച് പിന്നെ വളരെയധികം സ്ട്രോങ് ആയിട്ട് തിരിച്ചറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഷിയോയിന് അത് ടോട്ടലി ബ്രേക്കാക്കി. എന്നാൽ കൂടി കഴിഞ്ഞില്ല, അത് പുറത്തു വന്നു. ഒരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടായി. ഷിയോൻ കുറച്ച് നേരമാണെങ്കിൽ കൂടി അതിനെ കൺട്രോളിലാക്കാൻ കഴിഞ്ഞു എന്നത് മനസ്സിലാക്കിയിട്ട് ഷൗജിനെ നേരെ ഉപയോഗിച്ചതുപോലെ തന്നെ അതിനെ നേരെ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്ലേവിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ സ്പിരിച്വൽ പവർ മറ്റേ സോളിൻ്റെ പവർ കൂടി ചേർത്ത് അതിൽ നിന്നും ആ സീഡ് ഫ്ലെയിമിനെ എസ്കേപ്പ് ആകാൻ നോക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് ഷിയോയൻ ഇമോർട്ടൽ ബോധി സംഹാര എന്ന സ്കില്ല് കൂടി വെച്ച് ആ സ്ലേവിനെ ലോക്കാക്കി. അവസാനം ഷിയോയൻ കരുതിയതുപോലെ തന്നെ അതിനെ കൺട്രോളിലാക്കിയിരുന്നു. അത് കണ്ടുവരികയാണ് ഡീമോണിക് ഫ്ലെയിം. അതിന് വരെ മനസ്സിലായി ആ ചെറുക എൻ്റെ ഫയർ സ്ലേവിനെ കൺട്രോളിലാക്കിയോ എന്ന് പറയുകയാണ്. ഷിയോയൻ ആ പപ്പറ്റിനെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പറയും പോലെ അവൻ്റെ ഒരു പപ്പറ്റ് ഉണ്ടായിരുന്നില്ല, അവൻ ആ പപ്പറ്റിനെ കൂടുതൽ സ്ട്രോങ് ആക്കും. ആ പപ്പറ്റിനെ വെച്ച് അവൻ കൂടുതൽ സ്ട്രോങ് ആകും എന്ന് അവനറിയാത്ത സമയത്ത് മറ്റുള്ളവർ ഫൈറ്റ് ചെയ്യുകയായിരുന്നല്ലോ. ആ ഫയർ ക്ലാനിലെ അവൻ്റെ ജീവൻ പണയം വെച്ച് നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓണർ മറ്റു ക്ലാനിലുള്ളവർ സോൾ ഹാളാകട്ടെ ഡെപ്യൂട്ടി ചീഫ് അതിനെ ലോക്കാക്കിയിട്ട് മറ്റവനെ ആ പപ്പറ്റിനെ ഫ്ലെയിം അത് അബ്സോർബ് ചെയ്യുകയാണ്. അത്ര പവർഫുള്ളായ ഫ്ലെയിം അത് ഡിവോവർ ചെയ്യുന്നെങ്കിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വെറുതെ അത് ചെയ്യുന്നെങ്കിൽ അവനെന്തോ വിയർഡായ സ്കില്ല് അത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഷിയോന് മനസ്സിലായി. അതേ സമയത്ത് ആ ഡീമോണിക് ഫ്ലെയിമിനെ തോൽപ്പിക്കാനായിട്ട് അവർ നോക്കുകയാണ്. അവർ എല്ലാവരും കൂടി ചേർന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയത്ത് ആ ഡീമോണിക് ഫ്ലെയിമിനെ തോൽപ്പിക്കാനായിട്ട് അവർ നോക്കണം. അവരെല്ലാവരും കൂടി ചേർന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയം ആ ഡീമോണിക് ഫ്ലെയിം അതെല്ലാം ഏറ്റുവാങ്ങുന്നുണ്ട്. പ്രതിരോധിക്കാനായിട്ട് നോക്കുന്നില്ല എന്നത് കാണാൻ എന്തോ ഒരു പ്ലാൻ വെച്ചിട്ടുള്ളത് പോലെ. എന്നാൽ അവരെല്ലാവരും അവരുടെ ഒരു സ്കില്ലുകൾ വെച്ച് ആ ഫ്ലെയിമിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു ടൈം അതിനെ ലോക്കാക്കി ഗുനാൻ ആ പാം ടെക്നിക്ക് 4 ചേർത്തിട്ട് ഒരു പവർഫുൾ അറ്റാക്ക് ആയിട്ട് വിട്ട് അങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്ന സമയത്ത് എർത്തുക്കളയിലുള്ള ആള് അതിനെ കാലിൽ വെച്ച് ലോക്കാക്കി മാറാൻ പറ്റുന്നില്ല. സിയാൻ കണ്ടിട്ട് നേരെ ചെല്ലുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഒറിജിനൽ രൂപം കൊടുത്ത് ഒറ്റയടിക്ക് അതെല്ലാം ഡിസ്ട്രോയ് ആക്കി കളഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ശരി, നിങ്ങൾ കരുതണ്ട, എന്നെ എടുക്കാമെന്ന് 1000 വർഷമായിട്ട് എന്നെ പ്രസന്നമായിട്ട് കിടക്കുകയാണ്, ഇനി അത് കഴിഞ്ഞ് കഴിയില്ല, നീയൊക്കെ തീർന്നു എന്ന് പറയുകയാണ്. ഡീമൺ സ്ലേവ് എല്ലാം സെൽഫ് ഡിസ്ട്രക്ഷൻ ആകാൻ പോകുന്നു എന്ന കാര്യം ഷിയോയെ മനസ്സിലാക്കിയിട്ട് മാറാനായിട്ട് പറയുന്നു. ഓർക്കണം, അതെല്ലാം ടൗസൈൻഡ് ആണ്. അത് അവർക്ക് നേരെ ചെല്ലുന്നു. എക്സ്പ്ലോഷൻ ആകുന്ന പാടെ അവരുടെ പവേഴ്സൊക്കെ വെച്ച് ഷീൽഡ് വെച്ച് തടയുകയാണ്. എന്നാൽ കൂടി പറ്റുന്നില്ല. മറ്റുള്ളവരാകട്ടെ അതിൻ്റെ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ പുറത്തും പോകുന്നുണ്ട്. ഹുൻമേഷിങ് അതിനൊക്കെ കിട്ടുന്നുണ്ട്. ഡീമോണിക് ഫ്ലെയിം ചിരിച്ചു നൽകി പെട്ടെന്ന് പറ്റാണ്ടായി അതിൻ്റെ ലിമിറ്റ് എത്തിയെന്ന് പറയുകയാണ് ഹുൻമിഷൻ. എന്നിട്ട് ടൈലൂട്ട് ഡബിൾ സീൽ ടെക്നിക്ക് ആ ഫോർമേഷൻ എന്നത് വെച്ച് ആ ഫ്ലെയിമിനെ സീൽ ചെയ്യാനായിട്ട് ഇറങ്ങി. ഫ്ലെയിം സ്പേസിൽ നിന്നൊരു ഫോർമേഷൻ അത് നേരെ വന്ന് ആ ഫ്ലെയിമിനെ അഫക്റ്റ് ചെയ്ത് അവരോട് എന്നെ അസിസ്റ്റ് ചെയ്ത് അതിനെ സീൽ ചെയ്യാൻ. കാരണം ഹുൻമേഷിങ്ങിന് അപ്പോഴത്തെ സിറ്റുവേഷനിൽ മൊത്തത്തിൽ അതിനെ പറ്റില്ലെന്ന് അറിയാം. അവർ പിന്നെ ചെല്ലുന്നുണ്ട്. അവരുടെ പവേഴ്സ് കൂടി ഉപയോഗിച്ച് വളരെയധികം പവർഫുൾ ആക്കിയിട്ട് ആ സീറ്റ് അത് സ്ട്രോങ് ആയി ആ ഫ്ലെയിമിനെ നേരെ സീൽ ചെയ്യാനായിട്ട് തുടങ്ങി. യൂണർ കണ്ടിട്ട് പറയുകയാണ്. ഷിയോയിനെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ടൈം ആ ഫ്ലെയിം ഒന്നും തന്നെ ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നില്ല, എന്തോ നടക്കാൻ പോകുന്നു എന്നത് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി ടൈലൂട്ട് ഡബിൾ ഫോർമേഷൻ എന്നത് ഉൻക്ലാൻ്റെ തന്നെ മോസ്റ്റ് പവർഫുൾ 3 സ്കില്ലുകളിലെ ഒന്നാണ്. ഒരു 1005 സ്റ്റാറിനെയൊക്കെ സീൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണത്. അതിൽ നിന്ന് വരുന്ന പവേഴ്സ്, സ്പീഡ് അതെല്ലാം ട്രാപ്പ് ആകുന്ന ആളിനെ പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ കഴിയില്ല, പ്രതിരോധിക്കാനും കഴിയില്ല. കാരണം അത്രത്തോളം പ്രഷർ വരുന്നുണ്ടല്ലോ. ഓൺസ് അതിൽ ട്രാപ്പായ ആ സീല് അത് പൂർണ്ണമായ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് സക്സസ് ആകാനുള്ള റേറ്റ് ചെയ്യുന്ന ആളിനെ പോലെ ഇരിക്കും. കാരണം എനിമി സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ ഈസി ട്രിക്ക് യൂസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാനും കഴിയും. ഓൺസതിന് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നോക്കണ്ട, ഗൂഗിളിലുള്ളവർക്ക് മാത്രമേ ഈ സ്കില്ലിനെ പറ്റി അറിയുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ ഓക്കെ, അവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.